നമസ്കാരം. 1978 തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ദുരൈയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിതമായ യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി. അതിൻ്റെ കീഴിൽ നിരവധി മറ്റ് യൂണിവേഴ്സിറ്റികളുമുണ്ട്. അവ മധുരയിലും തിരുനെൽവേലിയിലും ചെന്നൈയിലും കോയമ്പത്തൂരും തിരുച്ചിറപ്പള്ളിയിലും ഒക്കെയായിട്ട് സ്ഥാപിതമാണ്. ഏകദേശം 180ഓളം ഏക്കർ വരുന്ന വലിയൊരു ബൃഹത്തായ ഭൂപ്രകൃതിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റിക്കുള്ളത്. ആ സരസ്വതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 23/12 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി. തൻ്റെ ആൺ സുഹൃത്തിനോടൊപ്പം രാത്രിയിൽ പുറത്ത് പോയി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പുറത്തുള്ള രണ്ടുപേർ ആക്രമിക്കുകയും കൂടുണ്ടായിരുന്ന സുഹൃത്തിനെ അടിച്ചോടിക്കുകയും അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന കുട്ടിയെ ബലാത്സംഗം ചെയ്തതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. ജ്ഞാനശേഖരൻ എന്നു പേരുള്ള 37 വയസ്സുകാരനാണ് അതിൽ മുഖ്യൻ. അയാളെ പോലീസ് പിടികൂടി. മറ്റേയാൾ ഓടി രക്ഷപ്പെട്ടു, കിട്ടിയിട്ടില്ല. ആ കോളേജ് ക്യാമ്പസിൻ്റെ മുൻപിൽ ബിരിയാണി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് ഈ ജ്ഞാനശേഖരൻ. നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയായാലും വിടുന്നത് മാതാപിതാക്കൾക്ക് വലിയ മാനസിക വിഷമുണ്ടാക്കുന്ന ഒന്നാണ്. ക്യാമ്പസുകൾക്കുള്ളിൽ വേണ്ട സുരക്ഷിതത്വം പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, എന്തിനാ ഈ പെണ്ണും ആണും കൂടി രാത്രിയിൽ അവിടെ പോയി എന്നുള്ളത്. നമ്മുടെ കുട്ടികളുടെ പൊതുവായൊരു സ്വഭാവം, അവർക്ക് 10-13 വയസ്സായി കഴിഞ്ഞാൽ ഉടൻ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തങ്ങൾ എന്തൊക്കെയായി, തങ്ങളെക്കാൾ മറ്റ് ആരുമില്ല, തങ്ങളാണ് വലുത് എന്നുള്ള രീതിയിലാണ് അവരുടെ പല കാര്യങ്ങളും ഉള്ളത്. വീട്ടുകാർക്ക് മക്കളോടുള്ള ബന്ധത്തിലുള്ള അടുപ്പത്തിലുള്ള കുറവ് ഇതിനൊരു കാരണം തന്നെയാണ്. നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന, നമ്മളുടെ അടുത്ത് നിന്ന് ദൂരെ മാറി പഠിക്കുന്ന, ബോർഡിങ്ങിൽ പഠിക്കുന്ന പല കുട്ടികളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ മറ്റൊരു വ്യക്തിയായി തീരുന്നതാണ് കണ്ടുവരുന്നത്. അതാണ് ഈ കുട്ടിക്കുമുള്ള ഈ ദാരുണമായ സങ്കടത്തിന് കാരണം ഉണ്ടാക്കിയെടുത്തത്. ആ കുട്ടി ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആരും തന്നെ അതിനെ തമിഴ്നാട് മൊത്തം എല്ലാ ആൾക്കാരുടെ ഇടയിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായ ഒരു സംഭവമാണിത്. പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പ്രതിഷേധിച്ചിട്ടോ കേസെടുത്തിട്ടോ കാര്യമില്ല. ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണേണ്ടത്. നമ്മുടെ കുട്ടികൾ എങ്ങനെ കോളേജുകളിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, അവർ താമസിക്കുന്ന ഹോസ്റ്റലുകളും PGകളും ഒക്കെ സുരക്ഷിതമാണോ എന്നുള്ള ചിന്ത എല്ലാ അച്ഛനമ്മമാരെ അലട്ടുന്നുണ്ട്. പല അച്ഛനമ്മമാരും വിദേശ രാജ്യങ്ങളിൽ പോയി മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നല്ല കോളേജുകൾ തേടി നല്ല ഫീസ് കൊടുത്ത് പല സ്ഥലങ്ങളിലും പാർപ്പിച്ച് പഠിപ്പിക്കാനുള്ളത്. മക്കൾ അതനുസരിച്ച് ഉയരാത്തതാണ് ഇതിന് കാരണമെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. എന്നിരുന്നാലും ഒരു കാര്യം നാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്ന ക്യാമ്പസുകൾക്ക് അത്യാവശ്യമായ സുരക്ഷ അനിവാര്യമാണ്. ഇതിപ്പോൾ രാത്രി 8 മണി എന്ന് പറയുന്നു, ചിലപ്പോൾ അതിന് മുമ്പാകാം. എന്തായിരുന്നാലും കോളേജ് ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾ സുരക്ഷിതരല്ല. ചില വീടുകളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർ അവരുടേതായ രീതിയിൽ ഒരു സെൽഫ് പ്രൊട്ടക്ഷനുള്ള കരുത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതായിരിക്കും അവരുടെയും കുടുംബത്തിൻ്റെയും നല്ല ഭാവിക്ക് എന്നുള്ളത് അവർ ഓർക്കേണ്ടതാണ്. എന്തായിരുന്നാലും ചെയ്യപ്പെട്ടത് അതിക്രൂരതയാണ്. തൻ്റെ മകളാവാൻ പ്രായമുള്ള പെൺകുട്ടിയാണ് ആ കശ്മലന്മാർ വലിച്ചു കീറിയത്. എന്തായിരുന്നാലും അത് സുഖം പ്രാപിക്കട്ടെ. മറ്റേ കുറ്റവാളിയെ കൂടി എത്രയും പെട്ടെന്ന് പോലീസിന് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും നമുക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. കുറ്റവാളിയെ സംബന്ധിച്ച് അവനൊരു പുത്തരിയായിരിക്കില്ല. ഒരാൾ ഒരു കുറ്റവും ഇതൊന്നും ആദ്യമായി ചെയ്തായിരിക്കില്ല. അറിയപ്പെടാതെ പോയ ഒട്ടനവധി കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വീണ്ടും 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 കുറ്റങ്ങൾ ചെയ്യാൻ അവർ ഇങ്ങനെ മുൻപോട്ട് വരുന്നത്. നീതിന്യായ സംവിധാനത്തിൽ കാര്യമായ മാറ്റം അനിവാര്യമാണ്. അത് എന്നുണ്ടാകുന്നുവോ അന്ന് വരെ നമ്മുടെ കുട്ടികളൊന്നും തന്നെ സുരക്ഷിതരല്ല. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.